തൃശൂർ എറവ് പെരുമ്പുഴ പാടത്ത് ഇന്നലെ രാത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ ദുരൂഹത. പാടശേഖരത്ത് സൂക്ഷിച്ച ലക്ഷങ്ങൾ വില വരുന്ന ഹൈ ഡെൻസിറ്റി പോളിത്തീൻ പൈപ്പുകൾക്ക് സമീപം തീയെത്തിയത് പരിഭ്രാന്തി പരത്തി. രാത്രി 10:45-നും 12 മണിക്കുമായിരുന്നു സംഭവം. വിശദാംശങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുന്നുണ്ട്. ഹരീഷ്, ഇന്നലെ രാത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറയാൻ കാരണമെന്താണ്? തൃശൂർ എറവ് പെരുമ്പുഴ പാടത്താണ് ഇന്നലെ രാത്രിയിൽ തീപിടുത്തമുണ്ടാകുന്നത്. പാടശേഖരത്ത് സൂക്ഷിച്ച ലക്ഷങ്ങൾ വില വരുന്ന ഹൈ ഡെൻസിറ്റി പോളിത്തീൻ പൈപ്പുകൾക്ക് സമീപമാണ് തീയെത്തിയത്. ഇത് വലിയ രീതിയിൽ പരിഭ്രാന്തി ഉണ്ടാക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി 10:45-നും അതുപോലെ തന്നെ 12 മണിക്കുമായിരുന്നു തീപിടുത്തമുണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുന്നു. ഹരീഷ്, ഇന്നലെ രാത്രിയിലാണ് സംഭവം, തീപിടുത്തമുണ്ടാകുന്നത്. ഒരു ദുരൂഹത പറയാൻ കാരണം എന്താണ്? അമ്പിളി, പ്രധാനമായും ഈ ഒരു പ്രദേശത്ത് അത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രം കൂടിയായി മാറിയിരിക്കുകയാണ് ഈ ഒരു പെരുമ്പുഴ കോൾപ്പാടം എന്നുള്ളതാണ്. ഇവിടെ 2 പാലങ്ങളുണ്ട്. ഈ പാലങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പാടമാണ്. ഈ പാടത്ത് സാമൂഹിക വിരുദ്ധർ സ്ഥിരമായി രാത്രി കാലങ്ങളിലൊക്കെ വരുന്നു. അവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതൊക്കെ പതിവാണ്. ഇവിടെ പോലീസിന്റെ അടക്കം CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലതും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയൊക്കെ മുൻപും ഉണ്ടായിരുന്നു. ഈ ഒരു പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ദുരൂഹ സാഹചര്യത്തിൽ കുറച്ച് ആളുകളെ കണ്ടു എന്ന് നാട്ടുകാരടക്കം പറയുന്നത്. അതിനുശേഷം രാത്രി 10:45-നും 12 മണിക്കുമാണ് ഈ ഒരു പാടത്ത് തീ പടർന്നത്. അത് ഏത് രീതിയിലാണ് തീ പടർന്നത് എന്നൊരു ഇപ്പോഴും ദുരൂഹതയുണ്ട്. കാരണം ഒരു തവണയല്ല, 10:45-ന് തീ പടർന്നതിനെ തുടർന്ന് ഈ വഴി പോവുകയായിരുന്ന നാട്ടുകാരാണ് നാട്ടിക ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയും ഈ ഫയർഫോഴ്സ് എത്തി തീ അണച്ച് മടങ്ങുകയും ചെയ്തത്. അതിനുശേഷം വീണ്ടും 12 മണിക്ക് ഈ ഒരു പ്രദേശത്ത് തീ പടരുന്നു എന്നുള്ളതാണ്. അതായത് പല ഭാഗങ്ങളിൽ നിന്നുമായാണ് തീ വന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതായത് ഒരുപക്ഷെ ആരെങ്കിലും തീ ഇട്ട പോലെ അത്തരത്തിൽ ആ ഒരു രൂപത്തിൽ തീ പടർന്ന് പല ഭാഗങ്ങളിൽ നിന്നും തീ പടർന്നു വന്നു എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും പറയുന്നത്. ഇതിൽ വലിയ ദുരൂഹതയുണ്ട് എന്നും നാട്ടുകാർ പറഞ്ഞു വെക്കുകയാണ്. അതായത് ഈ ഒരു പ്രദേശത്തെ ഇത്തരത്തിൽ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും മനഃപൂർവ്വം തീയിട്ടതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സംശയമുണ്ട് എന്ന് എടുത്തു പറയുകയാണ്. മാത്രമല്ല, ഈ പാടശേഖരത്ത് ലക്ഷങ്ങൾ വില വരുന്ന ഈ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ പൈപ്പുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ പോളിത്തീൻ പൈപ്പുകൾക്കരികെ വരെ തീ പടർന്ന് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ 2024-ൽ ഇത്തരത്തിൽ ഈ പോളിത്തീൻ പൈപ്പുകളൊക്കെ കത്തി നശിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഈ ഒരു പ്രദേശത്തുണ്ടായത്. സമാനമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞത്. കാരണം പൈപ്പിനടുത്ത് വരെ തീ പടർന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് ആ കൃത്യസമയത്ത് തന്നെ ഈ ഫയർഫോഴ്സ് എത്തി ഇടപെട്ടത് കൊണ്ടാണ് ഈ പൈപ്പിലേക്കൊന്നും തീ പടരാതിരുന്നത്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തീ പടർന്നത് എന്നുള്ള കാര്യത്തിൽ അന്വേഷണം വേണം. അന്തിക്കാട് പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് മനഃപൂർവ്വമാണോ അല്ലാതെ ഉണ്ടായ തീപിടുത്തമാണോ എന്നാണ് വ്യക്തമാവേണ്ടത്. അമ്പിളി, ശരി, എന്തായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. തൃശൂർ എറവ് പെരുമ്പുഴ പാടത്താണ് ഇന്നലെ രാത്രിയിൽ തീപിടുത്തമുണ്ടായത്. ഈ തീപിടുത്തത്തിൽ ദുരൂഹത പറയുകയാണ് അവിടുത്തെ നാട്ടുകാർ. പാടശേഖരത്ത് സൂക്ഷിച്ച ലക്ഷങ്ങൾ വില വരുന്ന പോളിത്തീൻ പൈപ്പുകൾ, അതായത് ഹൈ ഡെൻസിറ്റി പോളിത്തീൻ പൈപ്പുകൾക്ക് സമീപമാണ് തീയെത്തിയത്. ഇത് വലിയ രീതിയിലുള്ള പരിഭ്രാന്തിയാണ് ഉണ്ടാക്കിയത്. എന്തായാലും പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹരീഷ് നാരായൺ.